സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ജീവൻ തിരഞ്ഞെടുത്തുകൊള്ളുക. ആവർത്തനം 30-19 വാക്യങ്ങൾ. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു, ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക. ആവർത്തനം 30-19 വാക്യം പഠിക്കാൻ കാണാൻ സാധിക്കും. അവർക്ക് ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിച്ച് നന്നായി ജീവിപ്പാൻ കഴിയും, അല്ലെങ്കിൽ അവർക്ക് അവനിൽ നിന്ന് പിന്തിരിഞ്ഞ് മരണത്തിൻ്റെയും നാശത്തിൻ്റെയും അനന്തരഫലമായി ജീവിക്കാൻ കഴിയും. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് നാമും തിരഞ്ഞെടുക്കണം. നമ്മുടെ ജീവനുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് സന്തോഷത്തെ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ യാത്രയുടെ നിഷേധാത്മകവും ബുദ്ധിമുട്ടുള്ളതുമായ ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് നമുക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് അത് നമ്മുടെ സന്തോഷം കവർന്നെടുപ്പാൻ അനുവദിക്കാം. സന്തോഷം തിരഞ്ഞെടുക്കണമെങ്കിൽ അതിനെ പരിശീലിക്കുകയും സഹായത്തിനെ പരിശുദ്ധാത്മാവിൻ ആശ്രയിക്കുകയും ചെയ്യണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർ 8:28 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. എന്നതിനാൽ നമുക്ക് സന്തോഷം തിരഞ്ഞെടുക്കുവാൻ കഴിയും. ഇന്നത്തെ നിങ്ങളുടെ സാഹചര്യങ്ങൾക്കിടയിലും നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം തിരഞ്ഞെടുപ്പാൻ കഴിയും? ദൈവം ഇസ്രായേലർക്ക് വിവരിച്ച് നൽകിയതുപോലെ ജീവൻ തിരഞ്ഞെടുക്കുന്ന സന്തോഷം തിരഞ്ഞെടുക്കുന്നതിന് തുല്യമാകുന്ന എങ്ങനെ? പ്രാർത്ഥിക്കും. പ്രിയ ദൈവമേ, സന്തോഷദാതാവേ, ഈ ദിവസം അങ്ങേ പിന്തുടരുന്നതിനും വിശ്വസിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിന് സഹായിക്കണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നൽകട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.